ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് വെസ്റ്റ് മിഡ്ലാൻഡ് സഫാരി പാർക്ക് എന്ന് പറയുന്നൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സൂ ആണ്. അത് ഓപ്പൺ സൂ ആണ്. നമുക്കതിൽ ഡ്രൈവ് ത്രൂ പോകാം. ഇത് ഇവിടുന്ന് ഒരു 2 hours ജേർണി ഉണ്ട്. UK ബർമിംഗ്ഹാം അവിടുന്ന് കുറേ കൂടെ ഉണ്ട്. അപ്പം പിള്ളേരുടെ വെക്കേഷൻ ടൈം ആണല്ലോ ഇപ്പം. വിത്തിൻ ഒരു 10 September 3 പിള്ളേർക്ക് സ്കൂൾ തുറക്കും. അപ്പോൾ അതിന് മുന്നേ എവിടെയെങ്കിലുമൊക്കെ ഇതുങ്ങളെ കൊണ്ടുപോകണമല്ലോ. അപ്പം ജസ്റ്റ് ഇന്ന് അവിടെ പോകാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മാക്സിമം ചെറിയ ഇതായിട്ട് എല്ലാം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറേയൊക്കെ ആനിമൽസ് ഉണ്ട്. അത്യാവശ്യം ഒരുമാതിരി എല്ലാ ആനിമൽസും തന്നെയുണ്ട്. കയറി വരുന്നത് ആ എൻട്രൻസ് ആണ് കണ്ടത്. പിന്നെ അവിടുന്ന് ഡ്രൈവ് ത്രൂ നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ റൈനോ ഉണ്ട്. ആഫ്രിക്കൻ റൈനോസാണ് ആ ഫസ്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഡീർ മോഡലും ഡീറല്ല, ഇതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ സത്യത്തിൽ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം ഇവന്മാരെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് കുറേ ഇവരൊന്നും അങ്ങനെ വൈൽഡായിട്ടുള്ള ആനിമൽസ് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വിൻഡോസൊക്കെ ഗ്ലാസ് താത്തിയിട്ട് നമുക്ക് കാണുന്നതുകൊണ്ടും കുഴപ്പമുണ്ട്, ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് ഈ റൈനോ ഒക്കെ കഴിഞ്ഞ് കുറേ കൂടെ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജിറാഫുകൾ എനിക്ക് തോന്നുന്നു ഞാനിവിടെ 1-2 സൂവിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ജിറാഫിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ കാണുന്ന ഈ ഹൗസസ് ഇത് അതിൻ്റെ അകത്ത് ഒരു ലോഞ്ച് ഏരിയയാണ്, ഒരു ലോഡ്ജുകളാണിത്. ഇവിടെ നമ്മൾ റെൻറ്റിന് നമുക്കവിടെ താമസിച്ച് ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇത് ഉള്ളൊരു സെറ്റപ്പാണത്. എനിക്ക് തോന്നുന്നത് നല്ല എക്സ്പെൻസീവാണ്. നമുക്കത് ഗ്ലാസ്സാണ് ഫുള്ള്. അപ്പം നമുക്കവിടെ നിന്ന് അവിടെ സ്റ്റേ ചെയ്യുമ്പം 1 day അല്ലെങ്കിൽ 2 night ഒക്കെ നമുക്ക് സ്റ്റേ ചെയ്ത് അപ്പം നമുക്ക് എല്ലാം തന്നെ നമുക്ക് ആ ഗ്ലാസ്സിൽ നമുക്ക് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് എല്ലാം കാണാൻ പറ്റും. അതൊരു വേറൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ നമ്മളതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് അടിപൊളിയാണെന്ന്. പിന്നെ ജിറാഫ് കുറേ ഉണ്ടായിരുന്നു. വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞു ഡാർക്ക് കളറും ബാക്കി ഇത്തിരി ലൈറ്റ് കളറും ഒക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ പിള്ളേർ ആദ്യമായിട്ടാണ് ജിറാഫിനെ കാണുന്നതെന്ന് തോന്നുന്നു. അവരങ്ങനെ വേറെ പല സൂവിൽ പോയെങ്കിൽ ഇതുവരെ കാണാൻ പറ്റിയിട്ടൊന്നുമില്ലായിരുന്നു. ഇത് ബഫല്ലോ ആണ്. അതിലൊരെണ്ണത്തിൻ്റെ കൊമ്പൊടിഞ്ഞതായിരുന്നു. പിന്നെ ഇവിടെ ഓസ്ട്രിച്ച് അവന്മാരിങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ ഈ 2 സൈഡിലായിട്ട് വണ്ടികൾ ഇതിൻ്റെ അകത്തൂടെ നമുക്ക് ഡ്രൈവ് ത്രൂ ആയതുകൊണ്ടേ ഇപ്പോൾ നമുക്ക് കുറേ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടത്തില്ല, വണ്ടിക്കകത്തിരുന്ന് എടുക്കുന്നത് കൊണ്ടേ. പിന്നെ ഇനിയിപ്പം ഇത് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ സെക്യൂരിറ്റിയാണ്. പല ശരിക്കും വൈൽഡ് ഇത് ബാക്കിയൊന്നും ആനിമൽസൊന്നും അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ലയണിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറുമ്പം വളരെ നല്ല സെക്യൂർഡായിട്ടുള്ള പല സെക്ഷൻസായിട്ട് തിരിച്ചാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന് വേണ്ടി ഇതൊരു ഫോക്സാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണത്. ഇനി എൻ്റർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വലിയൊരു ലയണിൻ്റെ ഒരു പിക്ചർ ഇങ്ങനെ ഒരു വലിയ കല്ലിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മണ്ടേ കൂടെ ഓന്മാർ നടക്കുന്നതാണ് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇത് ഓപ്പൺ ഏരിയയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ഇലക്ട്രിക് ഗേറ്റുകൾ കൊണ്ട് ഓട്ടോമാറ്റിക് ഗേറ്റുകളാണ്. അപ്പം ഒരു കുറച്ച് നമ്പേഴ്സ് എന്താ പറയുക, ഒരു കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് ഓരോ ഗേറ്റുകൾ, ഒരു 5-6 ഗേറ്റുകളുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കിപ്പം നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കബ്ബാണ്. അവന് മാത്രമല്ല, അതിൻ്റെ അമ്മയൊക്കെ എനിക്ക് തോന്നുന്നു താഴേക്ക് ഇറങ്ങിപ്പോയി. ഈ സ്റ്റോണിൽ ആ ലയണിൻ്റെ അത് സൂപ്പറാണ് കാണാൻ, വളരെ അടിപൊളിയാണ് കാണാൻ. കുറേ ഉണ്ടായിരുന്നു. അവന്മാരെല്ലാം ഇങ്ങനെയൊക്കെ നടക്കുകയൊക്കെ ആയിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സെക്യൂരിറ്റിയാണ്. നമ്മൾ പ്രത്യേകം അവർ പലതവണയായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ്സൊന്നും ഓപ്പൺ ആക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്തപ്പോഴത്തേക്കും നമ്മൾ ഗ്ലാസ്സൊക്കെ അടച്ചു കിട്ടാം. അപ്പം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇത് നമ്മളിങ്ങ് പാസ് ചെയ്തപ്പോഴത്തേക്ക് ഇവൻ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ കൂടെ പാസ് ചെയ്ത് റോഡങ്ങ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി. അവിടെ വേറൊരു 2 പേര് കിടപ്പുണ്ട്.
അപ്പോൾ അവരുടെ അടുത്തേക്ക് അവൻ പോയതാണ്. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നെ ഇനിയിപ്പം വരുന്നത് ഈ ഒരു ഗേറ്റുകളാണ്, ഇത് പോണക്കത്തെ ഇലക്ട്രിക് ഗേറ്റുകൾ. ഇവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ആ റെഡ് സിഗ്നൽ മാറി ഗ്രീൻ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഇടത്തേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ലിമിറ്റഡ് നമ്പേഴ്സ് കാറുകൾ മാത്രമേ കടത്തി വിടത്തുള്ളൂ, എല്ലാം കൂടെ ഒരുമിച്ച് കടത്തി വിടത്തില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ സെക്യൂരിറ്റി ആവശ്യമില്ലായിരുന്നു, കാരണം പിന്നെ കുറച്ച് ഈ ഫോക്സിൻ്റെ ഏരിയസ് ഒക്കെ ആയിരുന്നു, ഡീറുകൾ. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ ഏകദേശം താത്തി, ഏകദേശം കഴിയാറായി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വലിയ കാര്യമായിട്ടില്ല. ഇവിടുന്ന് പിന്നെ ആദ്യം നമ്മൾ കയറി വരുമ്പം കണ്ടത് ആഫ്രിക്കൻ റൈനോയാണ്. അതിൻ്റെ ഡിഫറൻസ് ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഇത് ഏഷ്യനാണ്. ഇവൻ്റെ ആ കൊമ്പിന് നീളമില്ല, ഇവന് മറ്റേതിൻ്റെ കൊമ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീളമാണ്. ആ ബേബി റൈനോ ആണ് അവിടെ കിടന്ന് ഓട്ടമായിരുന്നു. അവൻ അങ്ങോട്ടും ഓടും ഇങ്ങോട്ടും ഓടും. അവിടെ കുറേ ബേഡ്സൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും അവന് കളിക്കുന്നതായിരിക്കും. നമ്മൾ കുറേ നേരം അവിടെ നിർത്തിയിട്ട് നോക്കി ഇവൻ്റെ ഓട്ടമൊക്കെ കണ്ടിട്ട്. പിന്നെ കുറേ വെറൈറ്റി മോഡൽസ് ഡിയർ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രത്യേക പേരുകളുണ്ട് കേട്ടോ, ഞാനൊന്നും ഓർക്കുന്നൊന്നുമില്ല എല്ലാം ഒന്നും. ഡീറിൻ്റെ വർഗത്തിൽപ്പെട്ട എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വൈറ്റ് കളറിലുള്ള ഒരു പുലിയാണ്, പക്ഷെ അവന് ഭയങ്കര ഉറക്കമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ അവന് സെക്യൂറായിട്ട് അകത്തായതുകൊണ്ട് അത്രയ്ക്ക് ഇതിൻ്റെ അകത്ത് അഴിക്കകത്തൂടെ നമുക്ക് അത്രയും ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒട്ടകമുണ്ട്. പിന്നെ ഏകദേശം തീരാറായി. നമ്മൾ ആ കയറിയതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ തിരിച്ചു വരുക ഡ്രൈവ് ത്രൂവിൽ. ഇവിടെ വന്ന് പിന്നെ ജിറാഫുകളുടെ ആ സെക്ഷനിൽ വന്ന് നമ്മൾ ആദ്യം ഫസ്റ്റ് കണ്ട ആ ലോഡ്ജിൻ്റെ ഇവിടേക്ക് വന്ന് നമ്മൾ ഇറങ്ങുവാണ്. പിന്നെ കുറേ ജിറാഫുകളുണ്ടാവും, അവന്മാരെല്ലാം കൂടെ ഫുഡ് കഴിക്കുന്ന കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്, അപ്പം കാണുന്നതാണ് ഇവന് ശരിക്കും പറഞ്ഞാൽ വളരെ അടുത്തായിട്ട് ഗ്ലാസിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇത് വോക്ക് ത്രൂ ആണ് ഈ കാണുന്നത്. ഇതൊക്കെ കുറേ പിക്ചേഴ്സുകൾ, സ്റ്റാച്യൂകളാണ്. അപ്പം ഈ വോക്ക് ത്രൂവും ഇതിൻ്റെ അകത്ത് ഈ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് നമുക്ക് 79 പൗണ്ടായിരുന്നു 4 പീപ്പിളിന്, എന്ന് വെച്ചാൽ പെർ പേഴ്സൺ 19 പൗണ്ട് വെച്ചിട്ട്. പല ദിവസങ്ങളിലും പല റേറ്റാണ് വരുന്നത്. ഈ വീക്കെൻഡിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് കുറച്ച് പൈസ വ്യത്യാസം വരും. ഡയറക്റ്റ് ചെന്ന് എനിക്ക് തോന്നുന്നു ടിക്കറ്റ് എടുക്കാം, പക്ഷെ അത് എനിക്ക് തോന്നുന്നു കൂടുതലാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ പെൻഗിൻസ്, അത് കൊച്ചു പെൻഗിൻസ്. പിന്നെ ഇതെൻ്റെ മോളാണ്, അവളവിടെ നിന്ന് 2 പിക്ചറൊക്കെ എടുത്തു. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു നമ്മുടെ ഈ ഡിനോസറിൻ്റെയൊക്കെ ആ ഒരു ടൈം പീരീഡും അവരുടെ ഹിസ്റ്ററി കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് തന്നെ വോളി മാമയോ എന്താ, വോളി മാമത്ത്. ഇത് നമുക്കത്ര വലിയ പരിചയമുള്ള സാധനങ്ങളല്ല, കുട്ടികൾക്കൊക്കെ ഇത് നല്ല കാര്യങ്ങളൊക്കെ ഇത് അറിയാമല്ലോ. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഇതൊക്കെ ഒരു സ്റ്റാച്യു ആണ് എല്ലാം. ഇവർ ഒരു പ്രത്യേക മെറ്റീരിയലിൽ പണിത് വെച്ചിരിക്കുക, നമ്മളങ്ങനെ ടച്ച് ചെയ്യാനൊന്നും പാടില്ല, സോഫ്റ്റാണ്. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഗുഹയുണ്ടല്ലോ, ഈ ഒരു കേവിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ആ സൗണ്ടിൻ്റെ അകത്ത് ഇല്ല, അത് കട്ടാക്കി ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആ ഡിനോസറിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് അവർ ശരിക്കും റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേവിൻ്റെ അകത്തൂടെ കയറി ഇറങ്ങുമ്പം ശരിക്കും ആ ഒരു നോയ്സ് പിള്ളേർക്കൊക്കെ അതൊരു ഭയങ്കര ഇതായിരിക്കും നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും. പിന്നെ ഇതിൽ ഞാൻ നോട്ടീസ് ചെയ്ത് ചില സ്റ്റാച്യൂസ് സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അത് കൂടുതൽ മൂവ് ചെയ്യുന്നതും സൗണ്ട്. ഇതൊക്കെ സെൻസറുകളായിരിക്കാം, പലതരത്തിലുള്ള സെൻസറുകൾ. ഇപ്പം നാട്ടിലാണേലും ഉണ്ടല്ലോ, ഇപ്പം ആനയൊക്കെ വലിയ, ഇപ്പോൾ ഓരോരുത്തർ എന്താ പറയുക, നമ്മുടെ ഒറിജിനൽ ആനയെ വെല്ലുന്ന ആനയുണ്ടല്ലോ, ചെവിയാട്ടുന്നതും കൈപൊക്കുന്നതും ഒക്കെ ഉണ്ടല്ലോ. ഇത് പിന്നെ കുറേ റൈനോയുടെ കുറേ സെക്ഷനുണ്ട്, അതേ സെയിം സ്റ്റാച്യൂകൾ.
ഇത് വോക്ക് ത്രൂ ആണേ, നമുക്ക് അവിടെ നടക്കാം. പിന്നെ കുറേ റൈഡുകളുണ്ട് പിള്ളേർക്ക്. ഇത് ഡിനോസറിൻ്റെ വലിയൊരു ഡിനോസർ. ഇത് വേറെ ഉണ്ട് കുറേ ഒരെണ്ണം അവിടെ. ഒത്തിരി ഉണ്ട്. ഞാൻ എല്ലാം ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം എല്ലാം കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് ബേഡ്സിൻ്റെ സെക്ഷനിൽ കുറച്ച് തത്തമ്മ മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അതിലൊരു തത്ത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓടി വന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ തലയിലേക്ക് ഇരുന്ന്. പിന്നെ ഈ ഡിനോസർ ശരിക്കും നോയ്സാണ്, ഭയങ്കര നോയ്സ് ഉണ്ടാക്കും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, അവൻ ശരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും.